എല്ലാവർക്കും നമസ്കാരം. ഇന്നലെ റെക്കോർഡ് ചെയ്ത ഓഡിയോയിൽ കുറേ ടെക്നിക്കൽ പ്രോബ്ലം വന്നത് കാരണം അവസാനത്തെ കുറേ പോർഷൻ ഓഡിയോ ഇല്ലാതായിപ്പോയി. അതുകൊണ്ട് അത് കട്ട് ചെയ്തിട്ടാണ് ആ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. വിട്ടുപോയിട്ടുള്ള ആ ഭാഗം കുറച്ച് പദങ്ങളുണ്ട്. അതെന്ന് പറയാനായി സെപ്പറേറ്റ് ഞാൻ റെക്കോർഡ് ചെയ്ത് അയക്കുന്നു. ദയവ് ചെയ്ത് ക്ഷമിക്കണം. കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഈ പ്രോഗ്രാം ചെയ്യുന്നത്. അതുകൊണ്ട് ആ പദം മിസ്സാവരുത്. കാരണം ഇന്ന് പോയി പറയുമ്പോൾ നമ്മൾ ഇന്നലെ എവിടെ പറഞ്ഞു നിർത്തിയോ അതിന് ശേഷമുള്ളതേ ഇന്നത്തെ എപ്പിസോഡിൽ വരികയുള്ളൂ. അതുകൊണ്ട് ഇതിനൊരു അഡീഷണൽ എപ്പിസോഡായിട്ട് ഇടുന്നു. അത് ഞാൻ വീട്ടിൽ വെച്ചാണ് റെക്കോർഡ് ചെയ്യുന്നത്. അതുകൊണ്ട് അതെല്ലാവരും തെറ്റിദ്ധരിക്കരുത്. കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി. മറ്റേത് അയച്ചിട്ടുള്ള എപ്പിസോഡ് അപൂർണമായിട്ടിരിക്കുകയാണ്. അതിൽ 308 പദം വരെ പറഞ്ഞിട്ടുള്ളൂ. ശരിക്കും നമ്മൾ 349 പദം വരെ നമ്മൾ എടുത്തു കഴിഞ്ഞു. ബാക്കിയുള്ളത് കൂടി നമുക്കിവിടെ പറയാം. രാജീവലോചനായേ നമഃ എന്ന് പറഞ്ഞു നിർത്തി. താമര ഇതൾ പോലെ നീണ്ട മനോഹരമായ കണ്ണുകളോട് കൂടിയവൾ. താമര എന്ന് പറഞ്ഞാൽ അറിയാം, ഒട്ടലില്ലാത്തതാണ് താമര. പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. രഞ്ജന്യേ നമഃ, ആഹ്ലാദം നൽകുന്ന ദേവിക്ക് നമസ്കാരം. ദേവി ഭക്തഹൃദയങ്ങളെ ആഹ്ലാദിപ്പിക്കുകയാണ് ചെയ്യുന്നത്, അല്ലേ? നമ്മൾ അമ്പലത്തിൽ പോയി ദേവിയെ തൊഴാൻ നിൽക്കുമ്പോൾ തന്നെ എന്തുമാത്രം നമ്മൾ അറിയാണ്ടൊരു ഫീൽ നമുക്ക് വരുന്നില്ലേ? ആ ആഹ്ലാദം ഈശ്വരനിൽ നിന്ന് നമുക്ക് അനുഗ്രഹമായിട്ട് കിട്ടുന്നതാണ്. അതുകൊണ്ട് തൻ്റെ സാമീപ്യത്താൽ സ്ഫടികതളനായ പരമേശ്വരനെ പോലും അവർ നിറം പ്രാപിക്കുന്നു എന്ന് പറഞ്ഞാൽ, പരമേശ്വരന് പോലും നിറമുണ്ടാകുന്നു, സ്ഫടിക രൂപത്തിലിരിക്കുന്ന പരമേശ്വരന് പോലും നിറമുണ്ടാകുന്നു എന്ന് പറഞ്ഞാൽ സന്തോഷത്തിൻ്റെ പ്രതീകം എന്നർത്ഥം. രമണ്യേ നമഃ, ഭക്തഹൃദയങ്ങൾക്ക് ആനന്ദം നൽകുന്നവൾ. നേരത്തെ പറഞ്ഞത് തന്നെയാണ് ഇവിടെയും. രസ്യായേ നമഃ, രസരൂപിണിയാണ് ദേവി. ആത്മാവ് രസരൂപമാണ്. അതുകൊണ്ടാണ് ഉപനിഷത്ത് പറയുന്നത് നമ്മളെല്ലാം ആത്മസ്വരൂപത്തിൻ്റെ പ്രതീകമായതുകൊണ്ട്, ബ്രഹ്മത്തിൻ്റെ പ്രതീകമായതുകൊണ്ട് രസരൂപിണി. രണക്കിങ്ങിണി മേഖലായേ നമഃ, കിളിങ്ങുന്ന കിങ്ങിണികൾ അണിഞ്ഞ ദേവി എന്ന് ഞാൻ സ്തോത്രം ചെയ്യുന്നത്. ദേവിയുടെ ഒരു ആഭരണമാണ്. ഈ ആഭരണം പട്ടുവസ്ത്രമെല്ലാം എന്താ ഉദ്ദേശിക്കുന്നത്? നമ്മുടെ സന്തോഷത്തിൻ്റെ പ്രതീകം എന്നർത്ഥം. രമായേ നമഃ, ലക്ഷ്മി ദേവിക്ക് നമസ്കാരം. ലക്ഷ്മി എന്ന് പറഞ്ഞാൽ ഐശ്വര്യത്തെ കൊടുക്കുന്നവൾ, അല്ലേ? അപ്പോൾ ലക്ഷ്മി വേറെ സരസ്വതി വേറെ ഇല്ല, എല്ലാം ഒന്നേ ഉള്ളൂ. ബ്രഹ്മം ഒന്നേ ഉള്ളൂ. 26 തത്വമാണ് ബ്രഹ്മം. ആ ബ്രഹ്മത്തിൻ്റെ പ്രതീകമായിട്ടാണ് നമ്മൾ ആരാധനയ്ക്കായിട്ട് പലവിധമായ മൂർത്തി സ്വരൂപത്തിൽ എടുക്കുന്നു എന്നല്ലാതെ ലക്ഷ്മി വേറെ, സരസ്വതി വേറെ, പാർവതി വേറെ ഇല്ല. എല്ലാം ഒന്നേ ഉള്ളൂ. ഇതെല്ലാവർക്കും പല പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്, എല്ലാവർക്കും അറിയാവുന്ന കാര്യവുമാണ്. അതുകൊണ്ട് ലക്ഷ്മി രൂപത്തിലിരിക്കുന്നവൾ എന്ന് പറഞ്ഞാൽ എല്ലാ ഐശ്വര്യത്തെയും നമുക്ക് നൽകുന്നവൾ എന്നർത്ഥം. രാഗേന്ദു വദനായേ നമഃ, പൂർണ്ണചന്ദ്രനെ പോലെ മുഖമുള്ളവൾ ദേവി. ദേവിയുടെ മുഖം എപ്പോഴും പൂർണ്ണചന്ദ്രനെ പോലെ ഇരിക്കും. അതാണ് അഭിരാമി ഭട്ടർ ധ്യാനം ചെയ്യുമ്പോൾ പൗർണമി എന്നാന്ന് പറയാൻ കാര്യം എന്താ? അദ്ദേഹത്തിൻ്റെ മനസ്സിൽ, സുബ്രഹ്മണ്യം എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്, അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഇവിടെ പൂർണ്ണചന്ദ്രനെ പോലെ പ്രകാശിക്കുന്ന ദേവിയുടെ സ്വരൂപമാണ് കണ്ടത്. അപ്പോൾ അദ്ദേഹം എന്ത് പറഞ്ഞു? ഇത് എന്താണ് തിഥി ചോദിച്ചപ്പോൾ പൗർണമി എന്ന് പറയാൻ ഇടയായി. അതാണ് കാര്യം. അങ്ങനെ രാഗേന്ദു വദനായേ നമഃ, രതിരൂപായേ നമഃ, രതി ദേവിയുടെ രൂപത്തിലുള്ള ദേവിക്ക് നമസ്കാരം. രതി എന്ന് പറയുന്നത് സൗന്ദര്യത്തിൻ്റെ ഉറവിടം. എന്താ ആൾ പറയില്ലേ, പെണ്ണ് രതി പോലെ ഇരിക്കുന്നു എന്ന് പറയില്ലേ? നല്ല സൗന്ദര്യം ഉള്ളവൾ എന്നർത്ഥം. രതി എന്ന വാക്കിന് സൗന്ദര്യത്തിൻ്റെ പ്രതീകമായിട്ടാണ് കണക്കാക്കുന്നത്. രതിപ്രിയായേ നമഃ, രതിദേവിക്ക് പ്രിയമുള്ളവൾ. എന്തുകൊണ്ട് രതിദേവിക്ക് പ്രിയമായി? ദാക്ഷായണി അന്തർദാനമായി ദക്ഷയാഗത്തിൽ പരമേശ്വരൻ തപസ്സിൽ പോയി. ആ സമയത്ത് താരകാസുരൻ്റെ ആവിർഭാവം. പരമേശ്വരപുത്രനല്ലാതെ ആരാലും ഞാൻ വധിക്കപ്പെടാൻ പാടില്ല എന്ന് വരം വാങ്ങി. ആ സമയത്ത് പർവ്വതരാജപുത്രിയായി പാർവതിയായി ദേവി അവതരിച്ച് വളർന്നു വരികയും പരമേശ്വരൻ്റെ തപസ് ഇളക്കിയാൽ മാത്രമേ പാർവതി പരിണയമായി കുമാരസംഭവം നടക്കുകയുള്ളൂ എന്ന കാരണത്താൽ എല്ലാവരും കാമദേവനെ പരമേശ്വരൻ തപസ് ഇളക്കാനായി നിയോഗിക്കും. പരമേശ്വരനാണ് നമ്മൾ അവിടെ അദ്ദേഹത്തിന് മുമ്പിൽ പോയാൽ ചുട്ടരിച്ച് കളയും, പോവില്ല എന്ന് പറയും കാമദേവൻ. എങ്കിലും ദേവാജ്ഞ, ദേവകാര്യത്തിന് വേണ്ടിയാണ് അസുരന്മാർ നമ്മൾ രക്ഷിക്കാൻ അദ്ദേഹത്തിന് മാത്രമേ കഴിയുകയുള്ളൂ എന്ന കാരണത്താൽ കാമദേവൻ തൻ്റെ പുഷ്പബാണം പ്രയോഗിച്ച് പരമേശ്വരൻ തപസ്സിനെ വിഘ്നം വരുത്തും. കാര്യം മനസ്സിലാക്കിയ പരമേശ്വരൻ നേരെ തന്നെ തൻ്റെ നേത്രാഗ്രി കൊണ്ട് കാമദേവനെ ഇരിച്ചു കളയും. കാമദേവനെ ഇരിക്കുന്ന സമയത്ത് രതിദേവിയെ പറയും, ദേവകാര്യാർത്ഥം വന്നു, എൻ്റെ ഗതി ഇപ്പം എന്താണ്? കാരണം കാമദേവൻ്റെ പത്നിയാണ് രതി. ആ സമയത്ത് ദേവിയാണ് കാമദേവന് വീണ്ടും പുനർജന്മം നൽകിയത്. കരണേത്രാഗ്ര സംതപ്ത കാമസഞ്ജീവൻ ഔഷധ്യേ നമഃ ഇതിന് പദം കണ്ട് നമ്മൾ. അതുകൊണ്ട് തൻ്റെ ഭർത്താവിൻ്റെ ജീവൻ തിരിച്ചു നൽകിയത് കൊണ്ട് രതിക്ക് പ്രിയമുള്ളവൾ എന്നർത്ഥം. ആ കഥയാണ് അവിടെ വരുന്നത്. രതിപ്രിയായ നമഃ, രക്ഷാഗതിയായ നമഃ, രക്ഷകിയാണ് നമുക്കെല്ലാം, നമ്മുടെ എല്ലാം രക്ഷകി ദേവിയാണ്.
അതുകൊണ്ടല്ലേ എന്ത് പ്രയാസം വന്നാലും നമ്മൾ ഓടി അവിടെയല്ലേ പോകുന്നത്. അമ്പലത്തിൽ വരുമ്പോൾ മനസ്സിന് പ്രയാസമുണ്ട്, നേരെ അമ്പലത്തിൽ പോകുന്നു. നമ്മൾ അവിടെ പോയിട്ട് അകത്ത് വരുമ്പോൾ പ്രയാസത്തോடு തന്നെ വരും. എന്തെങ്കിലും ഒരു അർച്ചനയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കുങ്കുമോ അല്ലെങ്കിൽ ഒരു പന്നീരോ വാങ്ങിച്ച് കൊടുത്ത് ദേവിയുടെ മുമ്പിലിരുന്ന് തൊഴും. അമ്പലത്തിൽ നിന്ന് പ്രസാദം കിട്ടിയ പ്രസാദം ഇട്ടിട്ട് ദേവിയെ തൊഴുത് 5 മിനിറ്റ് തൊഴുതിട്ട് വരുമ്പോൾ എന്തോ ഒരു മനസ്സിൽ നിന്ന് ഒരു ഭാരം കുറഞ്ഞ പോലൊരു തോന്നൽ നമുക്ക് വരുന്നില്ലേ? കാരണം എന്താ? ശരി, എൻ്റെ കഷ്ടങ്ങളെല്ലാം ഞാൻ അമ്മയോട് പറഞ്ഞു കഴിഞ്ഞു, ഇനി എൻ്റെ അമ്മ രക്ഷിച്ചോളും. ആ വിശ്വാസം വരുന്നില്ലേ നമുക്ക്? എല്ലാവരും രക്ഷിക്കുന്നവൾ ദേവി തന്നെയാണ്, അമ്മയല്ലേ എല്ലാവരും. അതുകൊണ്ട് രക്ഷാകരീ നമഃ, രാക്ഷസഗ്നി നമഃ, രാക്ഷസന്മാരെ വധിക്കുന്നവൾ. രാക്ഷസൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിൽ ഉടനെ സങ്കല്പം വരും. 7 അടി പൊക്കം, 4 അടി വീതി, നല്ല കറുത്ത ഉരുണ്ട ശരീരം, ദംഷ്ടം അഭയങ്കര മദംഷ്ടകൾ, ചുവന്ന കണ്ണുകൾ, നഖങ്ങളെല്ലാം കൂർത്തിരിക്കും, മനുഷ്യരെ കൊല്ലുന്നതും മാംസത്തിനെ തിന്നും, ആളുകളെ കൊല്ലും. ഇതൊക്കെയാണ് നമ്മൾ കഥയായിട്ട് പറഞ്ഞിരിക്കുന്നത്. ശരിക്കും രാക്ഷസൻ എന്ന് പറഞ്ഞാൽ ആരാ? വേറെ ആരുമല്ല, നമ്മൾ തന്നെയാണ് രാക്ഷസൻ. ദേവനും നമ്മൾ തന്നെയാണ്, അസുരനും നമ്മൾ തന്നെയാണ്. എപ്പോഴാണ് നമ്മുടെ മനസ്സ് നല്ലതിനെ ചിന്തിക്കുന്നത്, അപ്പോൾ നമ്മൾ ദേവൻ. എപ്പോഴാണ് നമ്മുടെ മനസ്സ് ചീത്തയെ ചിന്തിക്കുന്നത്, അപ്പോൾ നമ്മൾ അസുരൻ. അത്രയേ ഉള്ളൂ. അപ്പോൾ രാക്ഷസനെ വധം ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉള്ളിലുള്ള ദുഷ്ടശക്തികളെ 14 എണ്ണമുണ്ടല്ലോ: കാമം, ക്രോധം, ലോഭം, മോഹം, മതം, മാത്സര്യം, ഡംബം, ദർപ്പം, ഈർഷ്യ, അസൂയ, ഇച്ഛ, അഹങ്കാരം, രാഗം, ദ്വേഷം, 14 സോൾജേഴ്സ് വിച്ച് ഇസ് ഡോമിനേറ്റിംഗ് ഹ്യൂമൻ ബോഡി. ഈ 14 ദുർഗുണങ്ങളെയും ഇല്ലാതാക്കുന്നതാണ് രാക്ഷസവധം. അല്ലാതെ എന്നോ എവിടെയോ ഇരുന്നോ രാക്ഷസനെ വധിച്ചതല്ല. എങ്കിൽ പിന്നെ വധിച്ചില്ലേ, പിന്നെ എന്തിനാ വേണ്ടി ഇപ്പോഴും നമ്മൾ അതിനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഈ രാക്ഷസം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉള്ളിലുള്ള ദുഷ്ടശക്തികൾ, ചീത്ത വിചാരങ്ങൾ, ദുഷ്ടചിന്തകൾ, ഇതെല്ലാം നമ്മുടെ രാക്ഷസൻ. ആ രാക്ഷസനെ ഇല്ലാതാക്കുന്നവെന്ന് പറഞ്ഞാൽ ദേവിയെ ഭജിക്കും തോറും, അമ്പലത്തിൽ പോകും തോറും, ലളിതാ സഹസ്രനാമം ചൊല്ലും തോറും, ഈശ്വര വിചാരത്തിൽ മുഴുകിയിരിക്കും തോറും, ഏത് നാമം ചൊല്ലിയാലും ശരി. സംഭവം നവാഹം ലളിതാ സഹസ്രനാമം ആയതുകൊണ്ട് ഞാൻ ലളിതാ സഹസ്രനാമം എന്ന് എടുത്ത് പറഞ്ഞതേ ഉള്ളൂ. ഏതൊരു നാമം ചൊല്ലിയാലും ശരി, അതുവഴി നമ്മുടെ മനസ്സിലുള്ള ദുഷ്ടചിന്തകൾ നമ്മളിൽ നിന്നും അകന്നകന്ന് പോകും. അങ്ങനെ നമ്മുടെ ദുഷ്ടചിന്തകളെ ഇല്ലാതാക്കി നമ്മളെ സദ്ബുദ്ധിയുള്ള ആളാ മാറ്റി നമുക്ക് മോക്ഷത്തെ കൊടുക്കും നമ്മൾ ദേവി. അതുകൊണ്ടാണ് രാക്ഷസഗ്നിയെ നമഃ, രാമായേ നമഃ. സ്ത്രീ രൂപത്തിലുള്ള ദേവിക്ക് നമസ്കാരം. സ്ത്രീകളെല്ലാം ദേവിയുടെ രൂപങ്ങളും പുരുഷന്മാരെല്ലാം ശിവന്റെ രൂപങ്ങളുമാണെന്ന് ശിവപുരാണം പറയുന്നു. ബ്രഹ്മം സ്ത്രീ രൂപത്തെ ധരിച്ചാൽ ദേവി, പുരുഷ രൂപത്തെ ധരിച്ചാൽ ദേവൻ. അത്രയേ ഉള്ളൂ. ഇവിടെ സ്ത്രീ രൂപം ധരിച്ച ദേവി. കാമ്യായേ നമഃ, രമണലംബടായേ നമഃ. പതിയിൽ അതിൽ പ്രിയമുള്ളവൾ ദേവി. അപ്പോൾ അമ്പലത്തിൽ പോയും ലളിതാ സഹസ്രനാമം ചൊന്നാൽ മാത്രം പോരാ, ഭർത്താവിനോട് അത്യധികം സ്നേഹം കാണിക്കണം എന്നാണ് ലളിതാ സഹസ്രനാമം പറയുന്നത്. കാരണം നമ്മൾ ദേവിക്ക് എന്തെല്ലാം ഉണ്ടോ അതെല്ലാം നമുക്കിരിക്കണം. ദേവിക്ക് എന്തെല്ലാം ഇല്ല എന്ന് പറയുന്നു, അതും നമുക്ക് ഇരിക്കാൻ പാടില്ല. അതാണ് കാര്യം. രാമായേ നമഃ, സ്ത്രീ രൂപത്തിലുള്ള ദേവിക്ക് നമസ്കാരം. രമണലംബടായേ നമഃ, പതിയിൽ അതിയായ പ്രീതിയുള്ളവൾ ദേവി. കാമ്യായേ നമഃ, മുമുക്ഷുകൾക്ക് കാമിക്കാൻ അർഹം. മുമുക്ഷു എന്ന് പറഞ്ഞാൽ മോക്ഷം പ്രാപ്തിയെ കാമിക്കുന്നവർ, മോക്ഷപ്രാപ്തിക്കുള്ള എലിജിബിലിറ്റി കിട്ടിയവർ. അവർ പോലും കാമിക്കുന്ന എന്താണ്? ആ ദേവിയുടെ സ്വരൂപം മനസ്സിൽ ധ്യാനിച്ച് ആ ദേവി സ്വരൂപമായി ഞാൻ ഒന്ന് ചേരണം, ജീവബ്രഹ്മ ഐക്യം. അങ്ങനെ അവർക്കും കാമിക്കാൻ പറ്റുന്നതാണ് ഈശ്വര സ്വരൂപം എന്നർത്ഥം. കാമകല രൂപായേ നമഃ, ശിവശക്തിയുടെ പ്രകടമാണ് കാമകല. ഈ നാമം ഒരു വിശിഷ്ട ധ്യാനത്തെയും കുറിക്കുന്നു. മുകളിൽ രജോഗുണ പ്രധാനമായി അഗ്നിസ്വരൂപമായി ബ്രഹ്മാവിനെ കാണിക്കുന്നതായി ഒരു ബിന്ദു, അതിന് താഴെ ഇങ്ങനെ ധ്യാനം ചെയ്ത് ദേവി സ്വരൂപത്തെ മനസ്സിൽ കൊണ്ടുവരാനുള്ള ഒരിതാണ് കാമകലാരൂപം. കാമകലാരൂപായേ നമഃ. കദംബ കുസുമപ്രിയായ നമഃ, കടമ്പിൻ പൂക്കളിൽ പ്രിയമുള്ളവൾ ദേവി. അത് ദേവിയുടെ വാസസ്ഥലത്തിലുള്ള ചുറ്റുമുള്ള കടമ്പിൻ വൃക്ഷം. ആ കടമ്പിൻ വൃക്ഷത്തിൻ്റെ പൂക്കളിൽ താല്പര്യമുള്ളവൾ എന്നർത്ഥം. കല്യാണ്യേ നമഃ, കല്യാണി എന്ന് പറഞ്ഞാൽ മംഗളസ്വരൂപിണി. ഏത് കാര്യവും മംഗളമായ അവസരം സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥ സാധിക്കേണ്ടവൾ. എല്ലാ മംഗളങ്ങൾക്കും മംഗളമായിരിക്കുന്നവൾ ദേവി. എല്ലാ കാര്യത്തെയും മംഗളത്തെ കൊടുക്കുന്നവൾ ദേവി എന്നർത്ഥം. കല്യാണ്യേ നമഃ. ജഗതീകന്തായ നമഃ, ജഗത്തിൻ്റെ ഉത്പത്തിക്ക് കാരണമായിട്ടുള്ളവൾ ദേവി. ദേവിയാണല്ലോ ജഗത്ത് ഉൽപ്പത്തിക്കുന്ന സൃഷ്ടികർത്തേ ബ്രഹ്മരൂപ. നമ്മൾ വരുന്നുണ്ട്, ഇനി പദത്തിൽ കാണാം. ദേവി തന്നെയാണ് ഈ ലോകത്തെ സൃഷ്ടിക്കുന്നതെന്നർത്ഥം. അതുകൊണ്ട് ജഗതീകന്തായ നമഃ. കരുണാരസ സാഗരായ നമഃ, കാരുണ്യരസം നിറഞ്ഞ സമുദ്രമായ ദേവിക്ക് നമസ്കാരം. സമുദ്രം എന്ന് പറഞ്ഞാൽ അതിൻ്റെ വ്യാപ്തി അറിയാൻ പറ്റത്തില്ല, ആഴമറിയാൻ പറ്റത്തില്ല. ദേവിയുടെ കരുണയ്ക്കും എത്രയുണ്ട്, അതിനൊരു പരിധിയേ ഇല്ല, ഒരു ബൗണ്ടറി എന്ന് പറയാൻ സാധിക്കുകയില്ല, വർണ്ണിക്കാൻ പറ്റത്തില്ല. ഇത്രയേ ഉള്ളൂ എന്ന് പറഞ്ഞ് നമുക്ക് അത് നമ്മുടെ വാക്കിൽ ഒതുക്കാൻ സാധിക്കില്ല ദേവിയുടെ കരുണ. അത് പല ഉപകഥകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ദേവിയുടെ കഥകൾ കാണുമ്പോൾ അറിയാം ദേവിയുടെ കരുണയുടെ ആ ഒരു പ്രഭാവം. അത്യധികം കരുണാർദ്രയാണ്. ആർദ്രചിത്ത എന്നല്ലേ ദേവിയെ വിളിക്കുന്നത്. അതുകൊണ്ട് കരുണാസാഗരായ നമഃ. കരുണയെ സമുദ്രം പോലെ കരുണ കാണിക്കുന്നവൾ. കലാപത്യേ നമഃ, കലകളുടെ നാഥയായ ദേവിക്ക് നമസ്കാരം. 64 കലകളുണ്ട്. ആ
64 കലകൾക്ക് മാസ്റ്ററുമായിട്ടുള്ളവൾ ദേവി നൃത്തം. കലാലാഭായേ നമഃ. മധുരഭാഷിണിയായ ദേവിക്ക് നമസ്കാരം. ദേവി സംസാരിച്ചാൽ അതെങ്ങനെ ഇരിക്കും? നിജസല്ലാപമാധുരി വിനിബത്സിത കച്ചപ്യേ നമഃ. നമ്മൾ കണ്ടില്ലേ? കച്ചപ്പി എന്ന് പറയാൻ കാര്യം എന്താ? നാദത്തിൽ ഉയർന്നത് വീണാനാദം. അതിലും വളരെ പ്രാധാന്യമർഹിക്കുന്നത് നമ്മുടെ സരസ്വതിയുടെ കയ്യിലുള്ള വീണയുടെ നാദം. ആ വീണയുടെ നാദത്തെക്കാളും ഭംഗിയായിരിക്കും. അതുകൊണ്ടാണ് സൗന്ദര്യലഹരി പറഞ്ഞു, സരസ്വതി ദേവി വീണയിൽ വായിച്ചുകൊണ്ടിരുന്നപ്പോൾ അതെ അങ്ങനെ തന്നെ എന്ന് ദേവി പറഞ്ഞു പോയി. പരമേശ്വര ചരിത്രത്തെ വായിച്ചുകൊണ്ടിരിക്കുകയാണ് വീണയിൽ. ആലാപനം കേട്ടിട്ട് അതെ അങ്ങനെ തന്നെ എന്ന് പറഞ്ഞപ്പോൾ ആ ശബ്ദം തങ്ങളുടെ വീണയുടെ ശബ്ദത്തെ അപഹസിക്കുന്നുവോ എന്ന് തോന്നി തൻ്റെ മൂടുപടത്താൽ വീണയെ മറച്ചു സരസ്വതി ദേവി എന്ന് സൗന്ദര്യലഹരി വർണ്ണിക്കുന്നുണ്ട്. ഒരു കാര്യം മനസ്സിലാക്കണം, ഈ കമ്പാരിസൺ വരുമ്പോൾ ഒന്നിനെ ഉയർത്തി പറയാൻ വേണ്ടി അതിനെ താഴ്ത്തുന്നതല്ലാതെ അതിന് കുറവുണ്ടാക്കുന്നതല്ല. സരസ്വതികളുടെ വീണയ്ക്ക് ഒരു കുറവുമില്ല, അതിനെ അപഹസിക്കുന്നതുമല്ല. പക്ഷേ അതിനേക്കാളും മധുരമായിരിക്കും ദേവി സംസാരിച്ചാൽ എന്നാണ് ഭാവന. അതുകൊണ്ട് കലാവത്യേ നമഃ. കലകടനാഥ ദേവിക്ക് നമസ്കാരം. കലാലാഭായ മധുരഭാഷിണി കാന്തായേ നമഃ. സൗന്ദര്യമൂർത്തിയായ ദേവിക്ക് നമസ്കാരം. ദേവിയുടെ പരമരൂപം ഉപാധിരഹിതമായ ബ്രഹ്മമാണ്. സാധാരണ നമ്മൾ കാണുന്ന ആ ദേവി സ്വരൂപം എന്നുള്ളത് നമ്മൾ ആരാധനയ്ക്കായി വെച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷേ ശരിക്കും ഇവിടെ ദേവി എന്ന് പറയുന്നത് ബ്രഹ്മത്തെയാണ് ഉദ്ദേശിക്കുന്നത്. ആ ബ്രഹ്മത്തിൻ്റെ രൂപം എങ്ങനെയാണ്? ഉപാധിരഹിതം. ഇത്രയേ ഉള്ളൂ എന്ന് പറയാൻ സാധിക്കില്ല. അതിരില്ലാത്തതും താല്പര്യം. എവിടെ നിറഞ്ഞിരിക്കുന്ന ഈശ്വര സ്വരൂപം, അപ്പോൾ അതിനെങ്ങനെ അതിൽ പറയാൻ പറ്റും? കാദംബരി പ്രിയായ നമഃ. കാദംബരി പ്രിയാണ് ദേവിക്ക് നമസ്കാരം. കാദംബരി എന്ന പേരായ ഒരു രസം, പഴരസം, അത് ചില പൂജയിൽ ഉപയോഗിക്കും. അത് കൗളമാർഗത്തിലുള്ളതാണ്. ഇപ്പോഴതൊന്നും ഇല്ല. വരദായേ നമഃ. വരങ്ങൾ നൽകുന്ന ദേവിക്ക് നമസ്കാരം. ഭക്തന്മാർക്കെല്ലാം അവരുടെ ആവശ്യമനുസരിച്ച് അവരുടെ അഭീഷ്ട സാധ്യത വരുത്താൻ വരം നൽകുന്നതാണ് ദേവി. അതുകൊണ്ട് വരദായേ നമഃ. കാരണം അമ്മയുടെ പാദങ്ങൾ രണ്ടും എല്ലാം നൽകാൻ കൽപ്പുള്ളതായതുകൊണ്ട് മറ്റുള്ളതെല്ലാം വരമുദ്ര കാണിച്ചിരിക്കുന്നു. ദേവിമുദ്രം ഒരു കയ്യിൽ കരിമ്പ് വില്ലും, ഒരു കയ്യിൽ 5 ബാണമും, ഒരു കയ്യിൽ പാശവും അങ്കുശവും വെച്ചുകൊണ്ടിരിക്കുന്നു. അനുഗ്രഹം കാണിക്കുന്നില്ലല്ലോ. കാരണം അനുഗ്രഹം ചെയ്യാൻ പറ്റാത്തത് കൊണ്ടല്ല, മറ്റുള്ള ദേവതകളെല്ലാം കൈകൊണ്ട് കാണിച്ച് അനുഗ്രഹം ചെയ്യുന്നു. ദേവിയുടെ പാദത്തിന് തന്നെ ആ കഴിവുണ്ട് എന്നാണ് സൗന്ദര്യലഹരി വർണ്ണിക്കുന്നത്. അതുകൊണ്ട് 4-ാമത്തെ ശ്ലോകം സൗന്ദര്യലഹരിയിൽ വാമനയനായ നമഃ. മനോഹരമായ കണ്ണുകളോട് കൂടിയവൾ ദേവി എന്നർത്ഥം. വാരുണീയ മത വിഹ്വലായ നമഃ. വാരുണീയ മധുപാനം ചെയ്ത് ആനന്ദമത്തായ ദേവിക്ക് നമസ്കാരം. എന്താണ് ഈ വാരുണീയ മധു എന്ന് പറഞ്ഞാൽ? ഈ ഈത്തപ്പഴം, ഡേറ്റ്സ് ഇല്ലേ, ഡേറ്റ്സിൻ്റെ പഴരസത്തിൽ അത്യധികം പ്രിയമുള്ളവൾ ദേവി എന്നർത്ഥം. ദേവിക്ക് വളരെ ഇഷ്ടമാണ് ഈത്തപ്പഴം. ആ ഈത്തപ്പഴത്തിൻ്റെ രസത്തിൽ പ്രിയമുള്ളവൾ എന്നർത്ഥത്തിലാണ് അവിടെ പറയുന്നത്. വിശ്വാദികായേ നമഃ. പ്രപഞ്ചത്തെ അതിക്രമിച്ച് നിൽക്കുന്ന ദേവിക്ക് നമസ്കാരം. പ്രപഞ്ചത്തെ അതിക്രമിച്ച് നിൽക്കുന്നു എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചം മുഴുവൻ ഈശ്വര സ്വരൂപം നിറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ എന്നായിപ്പോകും. അതാണ് വേദം പറയുന്നത്, സഹസ്രശീർഷ പുരുഷ സഹസ്രാക്ഷ സഹസ്രപ സഭൂമൻ വിശ്വതോ വൃത്തുവ അത്യതിഷ്ഠ ദശാങ്കുലം. ഈ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞിരിക്കുന്ന ഈശ്വര സ്വരൂപം എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചം നമ്മുടെ ഒരു പരിധിക്കുള്ളിൽ ബുദ്ധിക്കുള്ളിൽ ഒതുങ്ങുകയാണെങ്കിൽ അവിടെ ഈശ്വര സ്വരൂപം അടങ്ങിപ്പോകും. അതുകൊണ്ടാണ് അത്യതിഷ്ഠ ദശാങ്കുലം. ഈ പ്രപഞ്ചം മുഴുവൻ വ്യാപിച്ചത് മാത്രമല്ല 10 അങ്കുലം വീണ്ടും വ്യാപിച്ചിരിക്കുന്നു. ഈ 10 അങ്കുലത്തെ ചേർത്ത് നമ്മൾ ജഗത്തെന്ന് പറഞ്ഞാൽ അപ്പോഴും പറയും സഭൂമിയും വിശ്വതവൃത്തുവ അത്യതിഷ്ഠ ദശാങ്കുലം. എത്രത്തോളം നമ്മളിതിനെ പ്രപഞ്ചത്തിനോട് ചേർക്കുന്നു അതും കഴിഞ്ഞ് 10 അങ്കുലം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ വ്യാപ്തിക്ക് ഒരു പരിധിയില്ല. താല്പര്യം മറിഞ്ഞറിയിക്കാനോ മനസ്സുകൊണ്ട് ചിന്തിക്കാനോ ഇത്രയേ ഉള്ളൂ എന്ന് പറയാനോ സാധിക്കില്ല. അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. വിശ്വാദികായേ നമഃ. പ്രപഞ്ചത്തെ അതിക്രമിച്ചിരിക്കുന്നവൾ. വേദവേദ്യായ നമഃ. വേദങ്ങളാൽ അറിയപ്പെടേണ്ടതായ ദേവിക്ക് നമസ്കാരം. വേദം എന്ന് പറഞ്ഞാൽ എന്താണ്? സത്യമായ വസ്തു എന്തെന്ന് പറയുന്നത് വേദം. എന്താണ് സത്യമായ വസ്തു? ബ്രഹ്മമാണ് സത്യം അല്ലേ? 26 തത്വമായ ബ്രഹ്മമാണ് സത്യം. ആ സത്യത്തെ നമുക്ക് ഉണർത്തിക്കുന്നത് ഈശ്വര സ്വരൂപം തന്നെയാണ്. അതുകൊണ്ട് വേദവേദ്യായ നമഃ. വിന്ധ്യാചല വാസിന്യേ നമഃ. വിന്ധ്യാപർവ്വതത്തിൽ വസിക്കുന്നവൾ ദേവി. വിന്ധ്യാപർവ്വതം എന്ന് പറഞ്ഞാൽ ഹിമാലയ പർവ്വതം, അത് കഥയായിട്ടുണ്ട്. ശരിക്കും വിന്ധ്യാപർവ്വതം മേരു എന്നൊക്കെ പറയുമ്പോൾ സുഷുമ്നാ നാഡി അതിൽ 7 ആധാരം, അതിൽ 7ാമത്തെ ആധാരമായ സഹസ്രാരത്തെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ആത്മീകമായ അർത്ഥം. വേദജനന്യേ നമഃ. വേദമാതാവാണ് ദേവി. വിധാത്രേ നമഃ. പ്രപഞ്ചത്തിന് ആധാരമായ ദേവി തന്നെ ഞാൻ നമസ്കരിക്കുന്നു. ഈ പ്രപഞ്ചത്തിനെല്ലാം ആധാരം ദേവി തന്നെയാണ്. ദേവിയുടെ സൃഷ്ടിയാണ് ഈ പ്രപഞ്ചം മുഴുവൻ. പ്രപഞ്ചത്തിന് ആധാരമായിരിക്കുന്നത് ദേവി തന്നെയാണെന്നർത്ഥം. അതുകൊണ്ട് വേദജനന്യേ നമഃ.
വേദമാതാവായ ദേവിക്ക് നമസ്കാരം. ബ്രഹ്മത്തിൻ്റെ നിശ്വാസമാണ് വേദങ്ങൾ എന്ന് മുണ്ടകോപനിഷത്തിൽ പറയുന്നുണ്ട്. ആ ബ്രഹ്മമാത്തെ നമ്മൾ ദേവിയായിട്ട് സങ്കല്പിക്കുന്നത് കൊണ്ട് വേദമാത. വിഷ്ണുമായേ നമഃ. വിഷ്ണുവിൻ്റെ മായയാണ്, ബ്രഹ്മത്തിൻ്റെ മായാശക്തിയാണ് ഇവിടെ പരാമർശിക്കുന്നത്. ആ മായയാണല്ലോ നമ്മളെല്ലാത്തിനും നമ്മളെ ധരിപ്പിക്കുന്നത്. ഈ മിഥ്യാലോകത്തെ സത്യം നമ്മളെ കൊണ്ട് വിശ്വസിപ്പിക്കുന്നത് മായ. സത്യമായ ബ്രഹ്മത്തെ മറച്ച് മിഥ്യാലോകത്തെ സത്യം നമ്മളെ കൊണ്ട് വിശ്വസിപ്പിക്കുന്നത് മായ. അതാണ് തിരോധാനം. ആ മായ നീങ്ങിയാൽ തിരോധാനം നീങ്ങി ബ്രഹ്മത്തെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന അർത്ഥം. അതുകൊണ്ട് വിഷ്ണുമായയായിരിക്കുന്നവൾ ദേവി. വിലാസിന്യേ നമഃ. ലീലാലോലമായ ദേവിക്ക് നമസ്കാരം. മായയുടെ വിക്ഷേപ ശക്തിയാണ് വിലാസം. വിലത്തിൽ ശിരസിലെ ബ്രഹ്മരന്ധ്രത്തിൽ വസിക്കുന്നവളെന്നും അർത്ഥമുണ്ട്. അസഹസ്രാരേ പത്മേ സകരകസി പത്യാ വികരസേന സൗന്ദര്യ പറഞ്ഞതുപോലെ 1000 ഇതഴുള്ള താമര രൂപത്തിലാണ് സഹസ്രാര പത്മം. 7 ആധാരം ആ ശരീരത്തിലുള്ളത്. 7ാമത്തെ ആധാരത്തിൽ വസിക്കുന്നവൾ ദേവി. ക്ഷേത്രസ്വരൂപായ നമഃ. പ്രകൃതിയാകുന്ന ശരീരത്തോട് കൂടിയവൾ ദേവി. ഈ പ്രകൃതി തന്നെ ദേവിയുടെ ശരീരമായിട്ടാണ് സങ്കല്പിക്കുന്നത്. ക്ഷേത്രേശ്വേ നമഃ. ഈ ക്ഷേത്രങ്ങളുടെ ഉള്ളിൽ ഇരിക്കുന്ന ഈശ്വരിയും ദേവി തന്നെ. ഈ പ്രകൃതിയും ദേവി തന്നെ, പ്രപഞ്ചവും ദേവി തന്നെ. ഈ പ്രപഞ്ചത്തിനുള്ള എല്ലാ ജീവജാലങ്ങളായിട്ടിരിക്കുന്നതും ദേവി തന്നെ. കാരണം എല്ലാം ദൈവത്തിൻ്റെ അംശമാണോ. ഈശ്വര സർവഭൂതാനാം ഹൃദയേശ അർജുന തിഷ്ഠതി എന്നല്ലേ പറയുന്നത്. എല്ലാം ഈശ്വരൻ്റെ അംശം തന്നെയാണ്. ക്ഷേത്രജ്ഞ പാലിന്യേ നമഃ. ക്ഷേത്രത്തെയും ക്ഷേത്രജ്ഞനെയും പാലിക്കുന്നവൾ. ക്ഷേത്രം എന്ന് പറഞ്ഞാൽ ശരീരം എന്നർത്ഥമുണ്ട്. അനുഭവിക്കുന്ന ജീവനാണ് ക്ഷേത്രജ്ഞ. അപ്പോൾ ഈ ശരീരത്തെയും ശരീരത്തിനുള്ള ജീവനെയും സംരക്ഷിക്കുന്നവൾ ദേവി. ക്ഷേത്രജ്ഞ പാലിന്യേ നമഃ. ക്ഷയവൃദ്ധി വിനിർമുക്തായ നമഃ. നാശവും വളർച്ചയും ഇല്ലാത്തവൾ ദേവി. ദേവിക്ക് ഒരു മാറ്റവുമില്ല. എന്നും അങ്ങനെ തന്നെ. നമ്മുടെയൊക്കെ എത്രയോ തലമുറയ്ക്ക് മുമ്പുള്ള അമ്മമ്മയും അപ്പൂപ്പന്മാരെല്ലാം തൊഴുതുകൊണ്ടിരുന്ന അതേ ക്ഷേത്രത്തിൽ അതേ വിഗ്രഹത്തെ തന്നെയാണ് നമ്മളും ഇപ്പോൾ തൊഴുന്നത്. എത്രയോ തലമുറ കഴിഞ്ഞു, 10,000 വർഷങ്ങൾ കഴിഞ്ഞു. പക്ഷെ എന്നാലും ആ സ്വരൂപത്തിലൊരു മാറ്റവുമില്ല. ദേവി അതുപോലെ തന്നെ ഇരിക്കുന്നു. കാരണം എന്താ? സത്യമായ വസ്തു. മായയ്ക്കുള്ളിലുള്ള വസ്തുക്കളാണ് അതെല്ലാം നശ്വരം. ദേവി എന്ന് പറയുന്നത് അനശ്വരം, ആ സത്യം ബ്രഹ്മം. അപ്പം അതിന് മാറ്റം വരില്ല. മാറ്റം വന്നാൽ ബാല്യം, കൗമാരം, യൗവനം, വാർദ്ധക്യമൊക്കെ വന്നാൽ അത് ജരാനര ഇതെല്ലാം മായയ്ക്കുള്ളിലുള്ള വസ്തുക്കൾക്ക്. മായയ്ക്ക് അതീതമാണ് ഈശ്വര സ്വരൂപമായതുകൊണ്ട് ക്ഷയവൃദ്ധി വിനിർമുക്തായേ നമഃ. ക്ഷേത്രപാല സമർച്ചിതായ നമഃ. ക്ഷേത്രപാലനാൽ പൂജിക്കപ്പെട്ടവൾ ദേവി. മിക്കവാറും എല്ലാ ക്ഷേത്രത്തിലും ക്ഷേത്രപാലകൻ കാണും. തിരുവനന്തപുരത്ത് പത്മനാഭസ്വാമി ക്ഷേത്രത്തിലും ക്ഷേത്രപാലകനുണ്ട്. ഇവിടെ ലോക്കലായിട്ടുള്ളവർ പലർക്കും അറിയാം. അറിയാത്തവരുണ്ടെങ്കിൽ മനസ്സിലാക്കിക്കൊള്ളൂ. വടക്കേ നട വഴി നമ്മൾ അമ്പലത്തിനകത്ത് പ്രവേശിച്ചാൽ പത്മനാഭനെ തൊഴുന്ന ഗർഭഗൃഹത്തിൽ പോകുന്നതിന് മുമ്പേ ആ വടക്കേ നട ശിവലിപ്പര കഴിഞ്ഞ് വെളിയിൽ ഇറങ്ങിയ ഉടനെ വലതുവശത്ത് ക്ഷേത്രപാലകൻ്റെ സന്നിധിയുണ്ട്. ആരാണ് ഈ ക്ഷേത്രപാലകൻ? ദാരികൻ എന്നൊരു അസുരൻ. ആ അസുരനെ വധിക്കാനായി പരമേശ്വരൻ കാളിയെ സൃഷ്ടിക്കും. കാളിയാൽ മാത്രമേ ദാരികനെ വധിക്കാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെ ദാരുകവധം കഴിഞ്ഞിട്ടും ആക്രോശം അടങ്ങാത്ത ദേവി ഈ ലോകത്തെയും വിഴുങ്ങിക്കളയും ഭസ്മമാക്കിക്കളയും എന്നുള്ള ആക്രോശത്തോടെ വരികയും ഈ സമയത്ത് ദേവിയുടെ ആ ക്രോധത്തിനെ ശമിപ്പിക്കാൻ എന്താണ് വഴി എന്ന് പരമേശ്വരൻ വിചാരിച്ചു. എപ്പോൾ നോക്കി എന്ത് തന്നെ ആയാലും, എത്ര ക്രോധമുണ്ടായാലും ഉള്ളിലിരിക്കുന്നത് ദേവിയല്ല, ദേവിയുടെ സ്വരൂപമല്ലേ. ആ മാതൃത്വമുണ്ടല്ലോ. ആ മാതൃവാത്സല്യം പുറത്തു കൊണ്ടുവന്നാൽ മാത്രമേ ഈ ദേവിയെ ഈ ആക്രോശത്തിൽ നിന്നും മാറ്റാൻ സാധിക്കുമെന്ന് മനസ്സിലാക്കിയ പരമേശ്വരൻ ഒരു ശിശുവിൻ്റെ രൂപത്തിൽ ദേവി വരുന്ന വഴിയിൽ താഴെ കിടന്ന് കരയുകയും ആ കുട്ടിയുടെ കരച്ചിൽ കേട്ടപ്പോൾ ആക്രോശമെല്ലാം അടങ്ങി ഉള്ളിലുള്ള മാതൃസ്നേഹം വരികയും ആ കുട്ടിയെ കയ്യിലെടുത്ത് പാല് കൊടുക്കുകയും ചെയ്തു. അങ്ങനെ ആ ക്ഷീരം പാനം ചെയ്യുന്നതിൻ്റെ കൂടെ ദേവിയുടെ ആക്രോശത്തെയും പാനം ചെയ്തു പരമേശ്വരൻ. അങ്ങനെ ഈ ലോകത്തെ തന്നെ വിഴുങ്ങിക്കളയുമോ എന്നുള്ള ഒരു ആക്രോശത്തിൽ വരുന്ന ദേവിയിൽ നിന്നും ഈ ലോകത്തെ രക്ഷിച്ചതുകൊണ്ട് ഈ ക്ഷേത്രം എന്ന് പറഞ്ഞാൽ ലോകം, അതുകൊണ്ട് അദ്ദേഹത്തിന് ക്ഷേത്രപാലകൻ എന്ന് പറയുന്നു. ശരിക്കും പരമേശ്വരനാണ് ക്ഷേത്രപാലകൻ എന്നർത്ഥം. ക്ഷേത്രപാല സമർച്ചിതായ നമഃ. ആ ക്ഷേത്രപാലനാൽ അർച്ചിക്കപ്പെട്ടവൾ. വിജയായ നമഃ. സദാ വിജയായ ദേവിക്ക് നമസ്കാരം. പത്മാസുരനെ വധിച്ചതിനാൽ ദേവിക്ക് വിജയ എന്ന് പേരുണ്ട്. എല്ലാത്തിലും നമുക്ക് വേണ്ടത് വിക്ടറിയാണല്ലോ, അതിലേ നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഏത് കാര്യം ചെയ്താലും നമ്മളതിൽ നന്മ ഉണ്ടാകണം, വിജയമുണ്ടാകണം. എല്ലാവരും അങ്ങനെ തന്നെ, എല്ലാ കുട്ടികളും എനിക്ക് നല്ല മാർക്ക് വാങ്ങണം, എനിക്ക് ഫസ്റ്റ് റാങ്ക്. ഈ ഒരു വിദ്യാർത്ഥി തന്നെയാണ് എല്ലാ കുട്ടികളും പഠിക്കുന്നത്. വിജയമാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. എല്ലാവർക്കും വിജയത്തെ കൊടുക്കുന്നവൾ ദേവി. വിജയത്തിൻ്റെ ഉറവിടം ദേവി എന്നർത്ഥം. വിമലായ നമഃ. മാലിന്യമില്ലാത്തവൾ ദേവി. മാലിന്യം എന്ന് പറഞ്ഞാൽ മനസ്സിലുള്ള അഴുക്ക്. മാലിന്യം നമ്മൾ പുറത്തുള്ളതല്ല ഉദ്ദേശിക്കുക, മനസ്സിലുള്ള അഴുക്ക്, ദുഷ്ടചിന്തകൾ, ഇതൊന്നും ഇല്ലാത്തതാണ് ദേവി എന്ന് പറഞ്ഞാൽ
ദേവി ഭക്തനായിരിക്കുന്നവൻ്റെ മനസ്സിൽ യാതൊരു ദുഷ്ടചിന്തയും ഉണ്ടാവാൻ പാടില്ല എന്നർത്ഥം. വന്ധ്യായേ നമഃ. സർവരാലും വന്ദിക്കപ്പെട്ടവൾ ദേവി. എല്ലാവരും വന്ദിക്കുന്നു, അത്ര പേരും. കാരണം എന്താ? ബ്രഹ്മമാണ്. ബ്രഹ്മമായതുകൊണ്ട് എല്ലാവരും, എല്ലാ ശക്തിയും ബ്രഹ്മത്തിന് താഴെയല്ലേ, എല്ലാവരും. വാഗ്വാദിന്യേ നമഃ. വാക്കിൻ്റെ പരദേവതയായ ദേവിക്ക് നമസ്കാരം. വാക്കിൻ്റെ പരദേവത എന്ന് പറഞ്ഞാൽ സരസ്വതി എന്നർത്ഥം. വാമകേശ്യേ നമഃ. മനോഹരമായ തലമുടിയുള്ളവൾ ദേവി. ശിവന് വാമകേശ്വരൻ എന്ന് പേരുണ്ട്. വാമകേശ്വര പത്നി ആയതുകൊണ്ട്, ദേവിയുടെ വാമകേശ്വരൻ്റെ പത്നി ആയതുകൊണ്ട് വാമകേശി. വാമകേശ്യേ നമഃ. വന്യമണ്ഡല വാസിന്യേ നമഃ. അഗ്നിമണ്ഡലത്തിൽ വസിക്കുന്നവൾ ദേവി. ഈ വാമകേശ്വര തന്ത്രം എന്നൊരു തന്ത്രമുണ്ട്. ആ തന്ത്രത്തിലൂടെ ആരാധിക്കുന്നവൾ എന്നും ഒരർത്ഥം അവിടെ എടുക്കാം. ഭക്തിമത് കൽപ്പൽ വന്യമണ്ഡലം അഗ്നിമണ്ഡലത്തിൽ വസിക്കുന്നവൾ ദേവി. ഭക്തിമത് കൽപ്പൽ ഇതികായ നമഃ. ഭക്തരുടെ കൽപ്പവല്ലിയായ ദേവിക്ക് നമസ്കാരം. ഭക്തൻ എന്താഗ്രഹം ഭക്തൻ സാധിച്ചാലും ആഗ്രഹത്തെ ആഗ്രഹിച്ചാലും അതിനെ സാധിച്ചു കൊടുക്കുന്നവൾ ദേവി. ന്യായമായ ആഗ്രഹം എന്ന് കരുതി എന്ത് വേണമെങ്കിലും ചെയ്യരുത്, അല്ലേ? നമുക്ക് ഇഷ്ടപ്പെടാത്ത ഒരാളാണ്, അവനെ തുലയ്ക്കാൻ വേണ്ടി പോയി ദേവിക്ക് മുമ്പിലിരുന്ന് പ്രാർത്ഥിക്കുകയോ എന്തെങ്കിലും വഴിപാട് ചെയ്യുകയോ അർച്ചന ചെയ്യുകയോ ഒന്നും കാര്യമില്ല. അപ്പോൾ പിന്നെ ഒരാൾ ചോദിക്കും, ഈ ശത്രു സംഹാര പൂജ എന്താണ്? ശത്രു സംഹാര പൂജ എന്താണ് എന്ന് ചോദിച്ചാൽ, ഒരാൾ ശത്രു സംഹാര പൂജ ചെയ്യുന്നു. ആ ശത്രു സംഹാര പൂജ ചെയ്യുന്നു. അയാൾക്ക് ശത്രു എന്നൊരാളുണ്ടെന്നല്ല അയാൾ വിചാരിക്കുന്നത്. അയാൾ വേറൊരു ക്ഷേത്രത്തിൽ അയാളും ശത്രു സംഹാര പൂജ ചെയ്യുന്നു. അപ്പോൾ ഏതാണ് നടക്കുന്നത്? രണ്ട് സ്ഥലത്തും ഇരിക്കുന്ന ദേവി ഒന്ന് തന്നെയാണ്. പല ക്ഷേത്രത്തിൽ ചെയ്താലും ശക്തി ഒന്നല്ലേ ഉള്ളൂ. ആറ്റുകാൽ ദേവിയായാലും ചക്കുളത്ത് ദേവിയായാലും ചോറ്റാനിക്കര ദേവിയായാലും ചെന്തട്ട ദേവിയായാലും എല്ലാ ദേവിയും ഒന്ന് തന്നെ. അപ്പോൾ എന്താ? രണ്ടുപേരുടെയും മനസ്സിലുള്ള ശത്രുതയെ ഇല്ലാതാക്കും താല്പര്യം. അതാണ് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് ഭക്തന്മാരുടെ ന്യായമായ ആഗ്രഹത്തെ സാധിപ്പിക്കുന്നവൾ ദേവി. പശുപാശ വിമോചിന്യേ നമഃ. പശു എന്ന് പറഞ്ഞാൽ ജീവൻ, പതി എന്ന് പറഞ്ഞാൽ പരമേശ്വരൻ. ഈ പരമേശ്വരനും ഈ ജീവനും ഇടയ്ക്കുള്ള ആ ഗ്യാപ്പ് ഉണ്ടല്ലോ, അതാണ് പാശം, അറ്റാച്ച്മെൻറ്റ്. ഈ അറ്റാച്ച്മെൻ്റാണ് പരമേശ്വരൻ നമ്മളെ അകറ്റി നിർത്തുന്നത്. എത്രത്തോളം പാശം കുറയുന്നുവോ അത്രത്തോളം പരമേശ്വരൻ്റെ അടുത്ത് നമുക്ക് സമീപിക്കാം, സാമീപ്യം ഉണ്ടാകും താല്പര്യം. അങ്ങനെ പശുവായ നമ്മളുടെ ഉള്ളിലിരിക്കുന്ന ആ അറ്റാച്ച്മെൻറ്റ് പാശത്തിനെ നീക്കി ആ പശുവിനെ തൻ ഉള്ളിൽ സ്വീകരിക്കുന്നത് കൊണ്ട്, ആൾക്കൊള്ളുന്നത് കൊണ്ടാണ് അദ്ദേഹത്തിന് പശുപതി എന്ന് പേര് വരാൻ കാര്യം. പശു എന്ന് പറഞ്ഞാൽ ജീവൻ എന്ന് അർത്ഥമുണ്ട്. പാശങ്ങൾ 5 വിധം: അജ്ഞാനം, അഹങ്കാരം, കാമം, ക്രോധം, ജീവിതത്തിൽ അത്യാസക്തി. ഇതെല്ലാമാണ് പാശം. പാശം എന്ന് പറഞ്ഞാൽ അറ്റാച്ച്മെൻറ്റ് ഇതെല്ലാമാണ്. അജ്ഞാനം, അഹങ്കാരം, കാമം, ക്രോധം, ജീവിതത്തിൽ അത്യാസക്തി. എത്ര കിട്ടിയാലും മതിയാവില്ല, ഇനിയും വേണം, ഇനിയും വേണം, ഇനിയും വേണം എന്നുള്ള തോന്നൽ. ഇതൊക്കെയാണ് ആ പാശം. ഇതിനെ ഇല്ലാതാക്കുന്നവർ ദേവി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉള്ളിലുള്ള ആ പാശത്തെ കുറച്ച് കുറച്ച് കൊണ്ടുവന്ന് നമ്മളെ മോഹവിമുക്തനാക്കി മോഹം ക്ഷയിച്ച് നമുക്ക് മോക്ഷത്തെ കൊടുക്കുന്നവൾ എന്നർത്ഥം. സംഹൃതാശേഷ പാഷണ്ഡായേ നമഃ. സകല പാഷണ്ഡന്മാരെയും സംഹരിക്കുന്നവൾ ദേവി. പാഷണ്ഡൻ എന്ന് പറഞ്ഞാൽ നാസ്തികൻ, ദേവനിന്ദകൻ, ധർമ്മവിരുദ്ധൻ, ഇവരൊക്കെയാണ്. സാധാരണ പറയും, ഭക്തനേക്കാളും കൂടുതൽ ഭഗവാനെ സ്മരിക്കുന്നത് നാസ്തികനാണ്. കാരണം ഈശ്വരനില്ല, ഈശ്വരനില്ല, ഈശ്വരനില്ല എന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. എപ്പോൾ നോക്കിയാലും ആ ഒരു വിചാരമേ ഉള്ളൂ. അപ്പോൾ ഈശ്വരൻ ഇല്ല ഇല്ല എന്ന് പറയുമ്പോൾ ഈശ്വരനെ ചിന്തിക്കുന്നുണ്ടല്ലേ ഇല്ല എന്ന് പറയുന്നത്. ഒരു വസ്തു ഇല്ലെങ്കിൽ പിന്നെ എന്തിനാ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നേ? ഈശ്വരൻ ഇല്ല എന്ന് പറയുമ്പോൾ ആ ഈശ്വരനെ ചിന്തിക്കുന്ന പോലെ ചിന്ത മനസ്സിൽ വരുന്നു അയാൾ അറിയാതെ. അപ്പോൾ അയാളാണ് ഏറ്റവും വലിയ ഭക്തൻ എന്ന് പറയണം, സാധാരണ പറയുന്നത്. അതുകൊണ്ടാണ് പ്രഹ്ലാദനോട് ചോദിച്ചു, എവിടെ ഹരി? തൂണിലും ഇരിപ്പൻ ഉണ്ട്, തുരുമ്പിലുമുണ്ട്, നീ പറഞ്ഞ വാക്കിലുമുണ്ട്. തൂണിലും ഇരിപ്പാൻ, തൂണിലും ഉളാൻ, തുരുമ്പിലും ഉളാൻ, നീ സൊല്ലും സൊല്ലിലും ഉളാൻ. ഇപ്പോൾ ചോദിച്ചില്ലേ അച്ഛാ എവിടെ ഹരി എന്ന്? എവിടെ ഹരി എന്ന് നിങ്ങൾ പറഞ്ഞാൽ ഹരി ഉണ്ടല്ലോ, പിന്നെ എന്തിനാ പുറത്ത് അന്വേഷിക്കുന്നത്? അപ്പം അങ്ങനെ ഈശ്വരനില്ല, ഈശ്വരനില്ല, ഈശ്വരൻ എന്നാ പറയുന്നവൻ, അധർമ്മം ചെയ്യുന്നവൻ, നാസ്തികൻ, ദേവനിന്ദകൻ, ഇവരെല്ലാം പാഷാണ്ഡന്മാരാണ്. ഇവരെല്ലാം ഇല്ലാതാക്കുന്നവൾ ദേവി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരുടെ മനസ്സിലാണോ ഇത്തരം ചിന്തകളുള്ളത് ആ ചിന്തകളെ അവൻ്റെ മനസ്സിൽ നിന്നും തുടച്ചു മാറ്റി അവനെ ഭക്തനാക്കി അവൻ അനുഗ്രഹിക്കുന്നവൾ ദേവി എന്നർത്ഥം. സദാചാര പ്രവർത്തികായ നമഃ. നമ്മളെ സദാചാരത്തിൽ പ്രവർത്തിപ്പിക്കുന്നവർ. ഈ ആചാരം
നല്ല രീതിയിൽ ചെയ്താൽ സദാചാരം. അത് നമ്മൾ തെറ്റായ രീതിയിൽ ഉപയോഗിച്ചാൽ ദുരാചാരമാകും താല്പര്യം. അല്ലേ? ശുദ്ധമൃത്തിയോടെ പൂജാമുറിയിൽ കയറണം എന്ന് പറഞ്ഞിട്ട് നമ്മൾ അതിനുവേണ്ടി ഈറൻ ഉടുത്തുകൊണ്ട് പൂജാമുറിയിൽ കയറരുത്. ഈർപ്പമുള്ള വസ്ത്രം ഉടുത്തുകൊണ്ട് ചെയ്യുന്ന ഒരേ ഒരു കാര്യമേ ഉള്ളൂ, പ്രേതകാര്യം. മരിച്ചുപോയ കർമ്മം ചെയ്യുന്ന പിതൃകാര്യം പോലും ചെയ്യാൻ പാടില്ല, പ്രേതകാര്യം. ആ സംസ്കാരം കഴിഞ്ഞ് ആ കർമ്മം തീർന്നു കഴിഞ്ഞാൽ പിന്നെ കൊല്ലം തോറും വിലയിടുന്നത് പിതൃക്കൾക്കാണ്. അവിടെയും ഉണർന്ന വസ്ത്രമേ എടുക്കാവൂ, ഈരവസ്ത്രം എടുക്കരുത് താല്പര്യം. അപ്പോൾ ശുദ്ധമൃത്തിയോടെ ചെയ്യണമെന്നുള്ളത് ആചാരം. അതേസമയം ഈറനുടുത്തിയ വസ്ത്രം ഉടുത്തിക്കൊണ്ട് പൂജാമുറിയിൽ കയറി വിളക്ക് കത്തിച്ച് പ്രാർത്ഥിച്ച് നമസ്കരിച്ച് സ്തോത്രം ചൊല്ലി ഇതൊന്നും ചെയ്യരുത്. ഇതെല്ലാം ദുരാചാരം നടത്താം. നമ്മുടെ സദാചാരത്തെ നമ്മളെ പ്രവർത്തിപ്പിക്കുന്നവൾ എന്ന് പറഞ്ഞാൽ സദാചാരത്തിലൂടെ മാത്രമേ ഈശ്വര സ്വരൂപത്തെ സാക്ഷാത്കരിക്കാൻ സാധിക്കുകയുള്ളൂ. ആ ഒരു അനുഗ്രഹം നമുക്ക് തരുന്നവൾ ദേവി. താപത്രയാകിൽ സംതപ്ത സമാഹ്ലാദന ചന്ദ്രികായി നമഃ. വളരെ വിശേഷമായ ഒരു പദമാണ്. മനുഷ്യൻ്റെ ദുഃഖത്തെ മൂന്നായി തരംതിരിച്ചിരിക്കുന്നു: ആധ്യാത്മികം, ആദിഭൗതികം, ആദിദൈവികം. ആധ്യാത്മികം എന്ന് പറഞ്ഞാൽ നമ്മുടെ കൂടെ ഉള്ളത്, എവിടെ പോയാലും നമ്മുടെ കൂടെ വരുന്നത്. ഇത് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പറയണം. അതെന്താണെന്നുള്ളത് നമുക്ക് അടുത്ത എപ്പിസോഡിൽ നോക്കാം. എല്ലാവർക്കും ദേവിയുടെ അനുഗ്രഹം കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കാം. സർവേ ജനാഹ സുഖിനോ ഭവന്തു.